എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടുള്ള തനിനാടൻ കൂന്തൽ റോസ്റ്റ് ആണ്. ഈ ഒരു കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിലാണ് കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകൾ കൂടി ഒന്ന് എടുത്ത് വെക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൂടെ തന്നെ കൊച്ചുള്ളിയും ഒരു സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചേരുവകളുടെ കറക്റ്റ് ആയിട്ടുള്ള അളവ് നമ്മുടെ ഫുൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചിയിട്ട് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുന്ന ചേരുവകളെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലകൾ കൂടെ നമുക്കൊന്ന് എടുത്ത് വയ്ക്കണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കൂടെ തന്നെ പെരിഞ്ചീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. സവാള നല്ലതുപോലെ വഴണ്ടൊന്ന് പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ തക്കാളി അരച്ചത് കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. മസാല വഴണ്ട് നല്ലപോലെ ഒന്ന് പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. കൂന്തൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ടും. ഇനി ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ വരുന്ന വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുത്ത് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. കൂന്തലിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടെ മൂടി വെച്ച് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ആയിട്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റേണ്ട താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ട വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ.